الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم سنلقي في قلوب الذين كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശം ജീവിതത്തിൽ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയചകിതനായി കഴിയുക, ഭയം പിടികൂടി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യം. നമ്മൾ ആലോചിച്ചപ്പോൾ യുദ്ധം കൊടുപ്പിരിക്കൊള്ളുന്ന ഒരു പ്രദേശത്താണ് നാം ജീവിക്കുന്നതെങ്കിൽ എപ്പോഴും മരണം നമ്മെ പിടികൂടും എന്ന ഒരു വിശ്വാസം, ഒരു ഭയം നമുക്കുണ്ട്. ഹിംസ്ര ജന്തുക്കൾ വിഹരിക്കുന്ന ഒരു പ്രദേശത്തുകൂടി നാം സഞ്ചരിക്കുകയാണെങ്കിൽ ഭയത്തോടു കൂടിയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മെ ഏതെങ്കിലും വിധേന പ്രകൃതിക്ഷോഭങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകപ്പെട്ട ഒരു സന്ദർഭത്തിലുള്ള ജീവിതമാണ് എങ്കിൽ അവിടെയും നമുക്ക് ഭയമുണ്ടാകും. എന്നാൽ ജീവിതമാകെ ഇങ്ങനെ ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു, എത്രമാത്രം പ്രയാസകരമായിരിക്കും ആ ജീവിതം. എന്നാൽ പ്രത്യക്ഷത്തിൽ നമ്മെ ആക്രമിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുകയാണെങ്കിൽ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം നാം കണ്ടെത്താൻ ശ്രമിക്കുക. നേർക്കുനേരെ ഒരു നായ നമ്മെ കടിക്കാൻ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രൊട്ടക്ഷൻ നാം സ്വാഭാവികമായും, ഒരു ഇഴജന്തു നമ്മെ ആക്രമിക്കാൻ വരികയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നാം എടുക്കും, സ്വാഭാവികമാണ്. എന്നാൽ നമുക്ക് അറിയാത്ത വിധത്തിലൂടെ, നാം കാണാത്ത, നമുക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും വഴിയിലൂടെ നമ്മെ ആരെങ്കിലും ഏതെങ്കിലും ശക്തികൾ ഉപദ്രവിക്കുമെന്നുള്ള ഭയം മൂലം അതിനെക്കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം പ്രയാസകരമായിരിക്കും അവരുടെ ജീവിതം എന്നുള്ളത്. ഹജ്ജും അതിനോടനുബന്ധിച്ച ആരാധനാക്രമങ്ങളും അതിൻ്റെ മനാസിക്കുകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുന്നു. അദ്ദേഹത്തിന്റെ സമൂഹത്തിന് പകർന്നു നൽകാൻ ശ്രമിച്ചത് നിർഭയത്വം എന്ന ഗുണമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പലതരത്തിലുള്ള ഭയങ്ങൾ പിടികൂടി. അത് ആ പ്രദേശത്തുള്ള പുരോഹിതന്മാരെ കുറിച്ചുള്ള ഭയങ്ങളായിരുന്നു. ചിലപ്പോൾ അവർ പറയുന്ന അവർക്ക് ഈ മനുഷ്യർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവരെ പറഞ്ഞ് പേടിപ്പെടുത്തുകയും അതിൽ അവരെ വിശ്വാസത്തിലെത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നിരുപദ്രവകാരികൾ എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ള വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവിനോടും അതുപോലെ തന്നെ മറ്റു യജമാനന്മാരെ കുറിച്ചുള്ള ചിന്തകളും ഭയപ്പാടുകളും അവർക്കുണ്ട്. സർവോപരി ജീവിതത്തെ കുറിച്ച്
ഭാവി ജീവിതം എന്താകുമെന്നതിനെ കുറിച്ച് ആലോചന, മരണം ഏത് സന്ദർഭത്തിൽ പിടികൂടാമെന്നുള്ള ചിന്ത, ഇതൊക്കെ അവരെ പിടികൂടിയിരുന്ന വിവിധങ്ങളായ ഭയങ്ങളായി. എന്നാൽ ഈ ഭയങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കി നിർഭയത്വം എന്ന ഗുണം അവരിൽ ഉണ്ടാക്കുവാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിക്കുന്നത്. നമ്മൾ നോക്കൂ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലൂടെ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആ സമൂഹം വിഗ്രഹങ്ങളെ അങ്ങേയറ്റം ഭയപ്പെട്ടു. ആ വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ഭയം അതുമൂലം അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവർ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറുക്കുവഴികളിലൂടെ അത് സാധിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ടായി. അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ഭയം അത് നിരർത്ഥകമാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നതായി കാണാൻ കഴിയും. ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോടായി പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയതിനു ശേഷം നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ ഒരു ഉത്സവമാണ്. ആ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ അവിടെ നിന്ന് സ്ഥലം മാറിയ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആ വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചുടച്ച് കഷ്ണങ്ങളാക്കി. അതിൽ ഏറ്റവും വലിയത് ഒഴികെ ഇവിടെ കേവലം വിഗ്രഹവഞ്ചനം അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുക എന്നതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മറിച്ച് അവർ അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ചിന്തിക്കുവാൻ വേണ്ടിയായിരുന്നു. ഖുർആൻ പറയുന്നത് ഇപ്രകാരമല്ല, ഒരു പക്ഷേ അവർ ആ കാര്യത്തിലേക്ക് മടങ്ങിയേക്കാം, അതിനെക്കുറിച്ച് ആലോചിച്ചേക്കാം. അങ്ങനെ അവർ അവരുടെ ആഘോഷവും മറ്റും കഴിഞ്ഞ് വന്ന സന്ദർഭത്തിൽ ആ വിഗ്രഹങ്ങൾ മുഴുവൻ തച്ചുടക്കപ്പെട്ട ഘട്ടത്തിൽ അവർ അതിനെ അങ്ങനെ കണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വിഗ്രഹങ്ങളെ, നമ്മുടെ ഇലാഹുകളെ, അവിടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്ന ആലിഹത്ത് എന്ന് പറഞ്ഞാൽ ഇലാഹി എന്നാണ്, ദൈവം എന്നാണ്. ഇലാഹി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പല രീതിയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അലിഹ എന്ന ക്രിയാപദത്തിൽ നിന്നാണ് ഇലാഹി എന്ന പദം ഉണ്ടാകുന്നത്. അലിഹ എന്ന് പറഞ്ഞാൽ ഒരാൾ പരിഭ്രമിച്ചു എന്ന്. ഒരാൾക്ക് പരിഭ്രമം ഉണ്ടാകുമ്പോൾ, ഭയമുണ്ടാകുമ്പോൾ, തന്നെ ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുമെന്ന ഒരു ചിന്തയുണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി എന്തിനെയാണോ അവലംബിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇലാഹി എന്നത്. ഇവിടെ ഇലാഹ് അത് വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചില രൂപങ്ങൾ മാത്രമല്ല, അത് ഇലാഹുകളാണ്. ഇങ്ങനെ തങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ തങ്ങൾക്ക് അതിനെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ അർപ്പിക്കുന്ന വളരെ ദിവ്യത്വമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ടാണ് ഖുർആൻ അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത്. ആ ആളുകൾ ചോദിക്കും, നമ്മുടെ ഇലാഹുകളെ ഇങ്ങനെ ഇപ്രകാരം ചെയ്തത് ആരാണ്? തീർച്ചയായും അവൻ ഒരു അക്രമി തന്നെയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് ഇതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ യുക്തിപൂർവ്വം അദ്ദേഹം പറയുന്ന ചില മറുപടികൾ, ഇബ്രാഹിം, നീയാണോ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ഈ രീതിയിൽ ചെയ്തത്? അദ്ദേഹം പറയുന്നു, ഒരുപക്ഷെ അവരിലെ വലിയ ഈ വിഗ്രഹമായിരിക്കും ഇപ്രകാരം ചെയ്തു. ഇവർക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ വിഗ്രഹത്തോട് ചോദിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അപ്പോൾ അവർ അവരെ കുറിച്ച് ആലോചിച്ചു, അവരെ കുറിച്ച് ചിന്തിച്ചു. ഞങ്ങൾ ചെയ്യുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ്, എത്രമാത്രം മൂഢ്യത്വമാണ് എന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചു എന്നതാണ്. അവിടെ നമ്മൾ ആലോചിച്ചു, നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോഴും പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഗ്രഹം ഉണ്ടാകുന്നുണ്ട്, ഒരു രൂപം ഉണ്ടാകുന്നു. അതിന് അടുത്തൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ തങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്ന ചിന്ത ആളുകൾക്ക് ഉണ്ടായേക്കാം. പക്ഷേ അത്തരത്തിലുള്ള ചിന്ത അസ്ഥാനത്താണ്, അത് നിരർത്ഥകമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ. കേവലം വിഗ്രഹവഞ്ചനം എന്ന ലക്ഷ്യമായിരുന്നില്ല, മറിച്ച് അവർ ചെയ്യുന്ന ഈ ആരാധനയുടെ മൂഢത്വം അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ആ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ചെയ്തിരുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ പല കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത്, ഭൂമിയിൽ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ പല വാഹനങ്ങളും സംഭവിക്കുന്നത് ആകാശഗോളങ്ങളിലെ നക്ഷത്രങ്ങളുടെ സഞ്ചാരത്തിനനുസരിച്ചാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്നും ഒട്ടേറെയുണ്ട്. മുസ്ലിം സമുദായത്തിൽ തന്നെ അത്തരം
അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ കവടി നിരത്തി കാര്യങ്ങൾ പ്രവചിക്കുകയോ ചെയ്യുന്ന ആളുകളെ സമീപിക്കുന്ന ആളുകൾ ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി, അത് വിശുദ്ധ ഖുർആൻ അതിന് ഒരിക്കലും എതിരല്ല. ഈ ആകാശഗോളങ്ങളെ കുറിച്ചുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, അതുപോലെ തന്നെ ഗാലക്സികൾ, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് അസ്ട്രോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജ്യോതിഷം എന്ന് പറയുന്നത്, അസ്ട്രോളജി, അത് ഒരു തരത്തിലുള്ള അന്ധവിശ്വാസം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിശ്വാസത്തെ വളരെ യുക്തിപൂർവ്വം ചോദിക്കുന്നതായി, അവരെ അതിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് അൻആമിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും: രാത്രിയാണ് ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇതാണ് എന്റെ രക്ഷിതാവ്. അങ്ങനെ അത് അസ്തമിച്ചു പോയി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ഒരു ഇലാഹിനെ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രാത്രിയായി ചന്ദ്രൻ ഉദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, ഇതാണ് എന്റെ രക്ഷിതാവ്. അങ്ങനെ അത് അസ്തമിച്ചു പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, എന്റെ രക്ഷിതാവ് ഇങ്ങനെ അസ്തമിച്ചു പോകുന്നത് എന്ന് മാത്രമല്ല, എനിക്ക് എന്റെ രക്ഷിതാവ് വളരെ കൃത്യമായി മാർഗദർശനം നൽകിയിരുന്നില്ല എങ്കിൽ ഞാൻ വഴിപിഴച്ച ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നല്ലോ. ഈ ചന്ദ്രന് എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗതയെ നിർണ്ണയിക്കുവാൻ സാധ്യമല്ല എന്ന സമൂഹത്തെ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയാണ്. അപ്രകാരം തന്നെ സൂര്യോദയം ഉണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, ഇതാണ് എന്റെ രക്ഷിതാവ്, ഇതാണല്ലോ മറ്റുള്ളതിനേക്കാളൊക്കെ വലുത്, അതുകൊണ്ട് ഇതിനെ ഞാൻ രക്ഷിതാവായി എടുക്കുകയാണ്. അങ്ങനെ അത് അസ്തമിച്ചു പോയി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തോടായി പറയുന്നത്, എന്റെ സമൂഹമേ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബഹുദൈവത്വം, നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ രീതിയിലുള്ള ആരാധനാക്രമങ്ങളിൽ നിന്ന് ഞാൻ എത്ര മാത്രം മോചനായിട്ടുണ്ട്, അങ്ങനെ മോചനം ലഭിച്ച ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണ് എന്ന് ആ സമൂഹത്തോട് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, ഇങ്ങനെ ഈ ആകാശഗോളങ്ങളിൽ നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു വസ്തുക്കളൊന്നും തന്നെയല്ല എന്റെ രക്ഷിതാവ്, മറിച്ച് എന്റെ രക്ഷിതാവ് ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച, ഈ പറഞ്ഞ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഈ പ്രകൃതിയിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവർക്ക് ആവശ്യമായ കൃത്യമായ സഞ്ചാരപഥങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ രക്ഷിതാവാരാണോ, ആ രക്ഷിതാവിലേക്ക് നേരെ ഒരു വളവുമില്ലാതെ വക്രതയുമില്ലാതെ ഞാൻ എന്റെ മുഖത്തെ അഭിമുഖീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ സൃഷ്ടാവിനോട് മാത്രമായിരിക്കും എന്റെ പ്രാർത്ഥനകൾ, എന്റെ അഭൗതികമായ തട്ടങ്ങൾ, എന്റെ സഹായ തട്ടങ്ങൾ എന്ന് വളരെ കൃത്യമായ സമൂഹത്തെ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. നമ്മൾ ആലോചിച്ചു, ഇങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അങ്ങനെ തുടങ്ങിയ ഗോളങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ഭാഗതയങ്ങൾ നിർണ്ണയിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ബഹുദൈവ വിശ്വാസിയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള ശിർക്ക് ചെയ്യുന്ന ആളിൽപ്പെട്ടവനല്ല ഞാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഈ വചനത്തിലൂടെ. ഞാൻ ഒരിക്കലും ബഹുദൈവത്വം വെച്ച് പുലർത്തുന്ന വ്യക്തിയല്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ സമൂഹത്തോട് തർക്കിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് തർക്കിക്കുകയാണ്. എന്താണ് തർക്കം? അള്ളാഹു എനിക്ക് വളരെ കൃത്യമായി മാർഗദർശനം നൽകിയതിനു ശേഷം നിങ്ങൾ ആ അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്നോട് തർക്കിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശിർക്ക്, ഈ ബഹുദൈവത്വം, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം, അതിൽ ഞാൻ ഒരിക്കലും ഒന്നിനെയും തന്നെ ഭയപ്പെടുന്നില്ല. ഈ ശക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക്, മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ജീവിച്ചിരിക്കുന്ന ആളുകളോ ദിവ്യത്വം അർപ്പിക്കപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അവയുടെ രൂപങ്ങളോ, അത് ചിലപ്പോൾ രൂപങ്ങൾ നിർത്തപ്പെട്ടതായിരിക്കാം, കിടത്തപ്പെട്ടതായിരിക്കാം, ഏത് തന്നെയായാലും ഞാൻ അവയൊന്നും തന്നെ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കിനെ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. എന്റെ കാര്യത്തിൽ എന്റെ രക്ഷിതാവ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് സംഭവിക്കുക. ആ രക്ഷിതാവിന്റെ തീരുമാനത്തിന് അപ്പുറം ഒന്നും തന്നെ സംഭവിക്കില്ല. ഈ പറഞ്ഞ ശക്തികളിൽ നിന്ന് ആളുകൾ വിശ്വസിക്കുന്ന വസ്തുക്കൾക്ക് എന്നിൽ ഒരു കാര്യം ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ആ രക്ഷിതാവിന്റെ പ്രത്യേകത എല്ലാ വസ്തുക്കളെ കുറിച്ച് വളരെ കൃത്യമായ ആഴത്തിലുള്ള
അറിവ് എൻ്റെ രക്ഷിതാവിനുണ്ട്. അതുകൊണ്ട് തന്നെ അഫല തതദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് ആ സമൂഹത്തോടായി അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് തുടർന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവസാനമായി അള്ളാഹു ആ ആയത്തുകളിലെ പര്യവസാനം ഇപ്രകാരമാണ് നിർവഹിക്കുന്നത്: അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് എന്റെ സർവസ്വവും സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുഭാഗത്തുള്ള ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായ ചില രൂപങ്ങൾ, പ്രകൃതിയിലെ വസ്തുക്കൾ, ജീവിച്ചിരിക്കുന്നു മരിച്ചവരുമായ വ്യക്തികൾ, അവരെയൊക്കെ തന്നെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആരാധനയുടെ വിവിധ രൂപത്തിലുള്ള വശങ്ങൾ അവയുടെ മുമ്പിലൊക്കെ തന്നെ അർപ്പിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെയുള്ള നിങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഞാൻ ഇവിടെ കൂടുതൽ നിർഭയനായിരിക്കുവാൻ, ഭയമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കൂടുതൽ അർഹതയുള്ളത് ആർക്കാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്. ആ ചോദ്യം ഖുർആൻ ഉദ്ധരിക്കുന്ന ഈ രീതിയിലാണ്: ഈ രണ്ട് വിഭാഗങ്ങളിൽ കൂടുതൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ അവകാശമുള്ളത് ആർക്കാണ്? ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ പറയൂ. അതിന് മറുപടിയായി വിശുദ്ധ ഖുർആൻ പറയുന്നത്: അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ദുൽമും കലരാതിരിക്കുകയും ചെയ്യുന്നതാരോ അവർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചത്. ദുൽമി എന്നതിന് മുഫസ്സിറുകൾക്ക് തന്നെ വ്യാഖ്യാനം നൽകിയത് ശിർക്ക് എന്നാണ്, ബഹുദൈവത്വം എന്നാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം എന്നാണ്. പ്രാർത്ഥനയും ആരാധനയുടെ ഏത് രൂപത്തിലും, അത് ചിലപ്പോൾ നേർച്ചകളാകാം, മറ്റു ചില വഴിപാടുകളാകാം, പൂജകളാകാം, ഭജനകീർത്തനങ്ങളാകാം, അങ്ങനെ പലതുമാകാം. അതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം. ആ വിശ്വാസത്തിനപ്പുറം ഏതെങ്കിലും ശക്തികൾക്ക് നൽകുന്ന നേർച്ച, അതുപോലെയുള്ള വഴിപാടുകൾ, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ മാറാവ്യാധികൾ മാറുമെന്ന ചിന്തയെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നാം അവലംബിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഏത് വഴിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർഭയത്വം ഉണ്ടായിരിക്കുകയില്ല. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ്? അവർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വത്തോട് കൂടി ജീവിക്കാൻ സാധിക്കുന്നത്. അവർക്ക് മാത്രമാണ് സന്മാർഗം ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു, തുടക്കത്തിൽ നാം പറഞ്ഞ രീതിയിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മെ അഭൗതികമായി, നാം കാണാത്ത, നാം അറിയാത്ത കാരണബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ ഏതെങ്കിലും ഒരു ശക്തിക്ക് ഉപദ്രവിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത, അത് ഇസ്ലാമിക വിശ്വാസത്തിന് എതിരാണ് എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ ഭയം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ ഭയത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചില ആളുകൾ അവരുടെ ശരീരത്തിൽ ചില നൂലുകൾ മന്ത്രിച്ച് ചുരടുകൾ കെട്ടിയേക്കാം, അല്ലെങ്കിൽ അരിക്കല്ലുകൾ ബന്ധിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റു ചില രൂപങ്ങളെ പ്രാപിച്ചേക്കാം. അതൊക്കെ തന്നെ ശിർക്കിന്റെ വകഭേദങ്ങളാണ്. നമ്മൾ ആലോചിച്ചു, മുൻകാലങ്ങളിലൊക്കെ പച്ചക്കറി നല്ല വിളഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ആളുകളുടെ കണ്ണുകളിൽ വിശ്വാസത്തോടു കൂടി അതിൽ ഒരു നോക്കുകുത്തിയെ സ്ഥാപിക്കാറുണ്ടായിരുന്നു. ആ നോക്കുകുത്തിക്ക് ഈ പച്ചക്കറി തോട്ടത്തെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് അതിന് ആളുകളെ പ്രേരിപ്പിക്കുന്നത്. വീടുണ്ടാക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നല്ല ഒരു സംരംഭം തുടങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ കൊടുന്ന് ചില വ്യക്തികൾക്ക് പ്രത്യേകമായ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുകയും അവരുടെ അനുഗ്രഹത്തിലൂടെയും തുടങ്ങിയാൽ ഇത് പരിപോഷിക്കപ്പെടുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ശിർക്കിന്റെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോടായി നടത്തുന്ന ഈ സംവാദത്തിൽ ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതുപോലെ ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫ, ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ രക്ഷിതാവിന് മാത്രമായിരിക്കും നമ്മുടെ മുഖങ്ങൾ, ആ നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെ വശങ്ങളും എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന വ്യക്തികളിൽ പെട്ടവനല്ല എന്ന ബോധ്യം വളരെ കൃത്യമായി നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമുദായത്തിൽ തന്നെ ചില പ്രത്യേക പുരുഷന്മാർ ചില പ്രത്യേക ദിവ്യത്വമുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റും നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. അവർക്ക് അല്ലാഹുവുമായി നേരെ ബന്ധമുണ്ട് എന്ന് പോലും സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന അല്ലെങ്കിൽ അവരുടെ തിണ്ണ കയറുന്ന രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് അടിമകളുമാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം
വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ, അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നത നിലങ്ങളിൽ ഉള്ള ആളുകൾ, അവർ പോലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അടിമകളാണ്. പലപ്പോഴും ഭൂമിയിൽ അവർ നടത്തുന്ന ഏത് കാര്യത്തിലും രാശി നോക്കി അല്ലെങ്കിൽ അതിന്റെ നല്ല സമയം നോക്കി അതിനെ കാണുകയോ അല്ലെങ്കിൽ അവലംബിക്കുകയോ അങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ചെയ്യുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നമ്മുടെ പുതിയ മന്ത്രിസഭ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ വാർത്തയിൽ നിറഞ്ഞെന്ന ഒരു കാര്യമാണ് 13-ാം നമ്പർ. എന്താണ് ആ നമ്പറിന്റെ ഒരു ദോഷം നമ്മൾ ആലോചിക്കേണ്ടത്? നമ്മളൊരു സ്ഥലത്ത് പോയാൽ ഒരു ലോഡ്ജിൽ ഒരു നമ്പർ കാണുന്ന സന്ദർഭത്തിൽ ആ നമ്പറിന് മാത്രം ഒരു ദോഷം എങ്ങനെ സംഭവിക്കും നമുക്ക് ആലോചിക്കേണ്ടത്. 2012 ഉണ്ടായി, 13 ഇല്ലാതെ 14 ഒരിക്കലും സംഭവിക്കുകയില്ലല്ലോ. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ വർഷത്തിന് മാത്രം ഒരു ദോഷം ഒരിക്കലും സംഭവിക്കുകയില്ല. ആ നമ്പറിന് മാത്രം പ്രത്യേകമായ ഒരു ദോഷവും ഉണ്ടാവുകയില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില പ്രത്യേക ചിന്തകളാണ്. യഥാർത്ഥത്തിലുള്ള ഒരു മുവഹീദ്, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അബദ്ധ ജടിലമായ വിശ്വാസങ്ങളിൽ നിന്ന് അയാൾ എല്ലാ നിലക്കും പൂർണ്ണമായ മുക്തി പ്രാപിച്ച വ്യക്തിയായിരുന്നു. നമ്മൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. സത്യത്തിന്റെ നിഷേധികളായ ആളുകൾ, അതുപോലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ഭയം നാം വിട്ടുകൊടുക്കുന്നു. സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറൂ അർ-റുഅബ ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താൻ. അല്ലാഹു യാതൊരു നിലക്കുമുള്ള ഒരു തെളിവും ഇറക്കാത്ത ഒരു കാര്യം അവരിൽ പങ്കുചേർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ നാം ഭയം ഇറക്കി കൊടുക്കുന്നതാണ്. സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറൂ അർ-റുഅബ. സത്യനിഷേധികളായ ആളുകൾ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ നാം ഭയപ്പെട്ടു. അതിന് കാരണം എന്താണ്? ബിമാ അശ്റകൂ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ പങ്കുചേർത്തു എന്നതാണ്. ആ പങ്കുചേർക്കുവാനോ അല്ലാഹു യാതൊരു നിലക്കുമുള്ള ഒരു തെളിവും ഇറക്കിയിട്ടില്ല. ഇന്ന ശക്തിയെ, ഇന്ന വ്യക്തിയെ, അയാൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാണ്, അവിടെ ആ കേന്ദ്രത്തിൽ പോയി തനിക്ക് ഉപകാരം ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ ഭയചകിതരായിക്കൊണ്ടായിരിക്കും ജീവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർഭയത്വം ഉണ്ടാകുകയില്ല. ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥമായ, അശാന്തി നിറഞ്ഞ ജീവിതമായിരിക്കും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പിടിച്ചിരിക്കുന്നത് ഉറച്ച ഒരു ഭാഷത്തിലാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. അവർ പിടിച്ചിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഉറച്ച ഭാഷത്തിലാണ്. അവിടെ അവർക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അതിന് കാരണം അവരുടെ വിശ്വാസം വളരെ കൃത്യമാണ് എന്നതാണ്. അതുകൊണ്ട് ആ നല്ല സുബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ കറകടഞ്ഞ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. നമ്മൾ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ശിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭൂമിയിൽ എവിടെ പതിക്കും എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാറ്റ് അവനെ ദൂര ദിക്കുകളിലേക്ക് റാഞ്ചിക്കൊണ്ടേക്കാം. ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പക്ഷികൾ അവനെ പിച്ചി ചീന്തിയേക്കാം. ഭൂമിയിൽ എത്തി അവന്റെ അവസ്ഥ എന്താണ് എന്ന് പറയാൻ സാധിക്കില്ല. ഇതുപോലെയാണ് ശിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉപമാനം. അയാൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിനെ മാത്രം അവലംബിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഉത്കണ്ഠയും അവനെ ബാധിക്കുകയില്ല. വരാനിരിക്കുന്ന ജീവിതത്തിൽ തന്റെ മക്കൾ അഭിമുഖീകരിച്ച ഒരു എക്സാം, പരീക്ഷ, അതിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാവേണ്ടതില്ല. അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ആ കാര്യം മുന്നോട്ട് പോകുക എന്ന് വളരെ കൃത്യമായ ബോധ്യം അയാൾക്കുണ്ടാവും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ശിർക്ക് ചെയ്യുന്ന, ബഹുദൈവത്വം വെച്ചു പുലർത്തുന്ന, അങ്ങനെ ഭയചകിതരായി കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി നോക്കൂ, സൂറത്ത് ശുഅറായിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വളരെ കൃത്യമായി അനാവരണം ചെയ്യുന്നതായി കാണാൻ കഴിയും. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ ഖാല ലിഅബീഹിം വഖൗമിഹി ലാ. നിങ്ങൾ എങ്ങനെയാണ് ആരാധന? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാർത്ത അവർക്ക് നീ കേൾപ്പിച്ചു കൊടുക്കുക, അവർക്ക് നീ വായിച്ചു കൊടുക്കുക, പാരായണം ചെയ്തു കൊടുക്കുക. ഇത് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പയോടും അദ്ദേഹത്തിന്റെ പിതാവിനോടും അതുപോലെ തന്നെ ആ സമൂഹത്തോടും ചോദിച്ച സന്ദർഭം, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അവർ പറഞ്ഞു, ഖാലൂ നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫിൻ. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, അതുപോലെ തന്നെ ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഭജനമിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം, ഖാല ഹൽ യസ്മഊലകും ഇദ് തദഊൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈ വിഗ്രഹങ്ങൾ കേൾക്കുമോ എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ വചനം തുടങ്ങുന്നത് ഇപ്രകാരമാണ്, ഇത് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ. തഅബുദൂൻ എന്ന പദപ്രയോഗമാണ് നടത്തിയത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്തോടും
അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? അവരുടെ മറുപടിക്ക് ശേഷം അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈ വിഗ്രഹങ്ങൾ കേൾക്കുമോ എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇബാദത്ത് അതുപോലെ തന്നെ ദുആ, ഈ പദങ്ങളിൽ വലിയ കൺഫ്യൂഷൻ സൃഷ്ടിക്കുവാൻ, വളരെ വലിയ സംശയമുണ്ടാക്കുവാൻ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയും. പ്രാർത്ഥന അത് ആരാധനയുടെ ബജ്ജയാണ്. പ്രാർത്ഥന തന്നെയാണ് ആരാധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരു വിഗ്രഹങ്ങളെ ആരാധിക്കാൻ, ഞങ്ങൾ അവയെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവയോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വലിയ വിഡിത്തമാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുണ്യപുരുഷന്മാർ എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു കേന്ദ്രത്തിൽ പോയി നാം നടത്തുന്നത് പ്രാർത്ഥനയില്ല, അത് ആരാധനയല്ല, പ്രാർത്ഥന മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. ആ പ്രാർത്ഥന അവർ കേൾക്കുമോ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും ആരാധനയും അത് ഒന്ന് തന്നെയാണ് എന്ന് വളരെ കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവുന്നത്. നാം ആരാധനാകർമ്മം നിർവഹിക്കുമ്പോൾ, നമസ്കാരം ഒരു ആരാധനാകർമ്മമാണ്. അതിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വശങ്ങളാണ് കൂടുതൽ. അത് ആ ആരാധനയുടെ എല്ലാ വശങ്ങളും തന്നെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. അത് ഒരിക്കലും വേർപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത വിധം ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈ വിഗ്രഹങ്ങൾ കേൾക്കുമോ എന്നാണ് അവരോടായി അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബഹുദൈവത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി ഈ കാര്യം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾ വിഗ്രഹങ്ങളെ നേരെ നാം ആരാധിക്കാറില്ല, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോ അവയോട് സഹായം തേടുന്നവരോ അത് വലിയ ഒരു തെറ്റായി, കുറ്റമായി, പാപമായി പല ആളുകളും കാണാറില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത്, ഖബറുകളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ സ്വാലിഹ്യങ്ങളുടെ രൂപങ്ങളിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കി ചില കേന്ദ്രങ്ങൾ ഇബാദത്തിനുള്ള കേന്ദ്രമാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അമിതമായ ആദരവ് അത്തരം കേന്ദ്രങ്ങൾക്ക് നൽകുന്നത് അത് ശിർക്കാണ്, അതുപോലെ തന്നെ കുഫ്റാണ്. പണ്ഡിതന്മാർ, പ്രവാചകന്മാർ ആ കാര്യത്തിൽ യോജിച്ചിട്ടുണ്ട് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അതിന്റെ ആശയങ്ങൾ വളരെ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കിയെടുത്താൽ ഇങ്ങനെയുള്ള ബഹുദൈവത്വത്തിൽ നിന്ന്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി. നാം ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത്, നാം നമസ്കരിക്കുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുന്നത് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണം എന്നുള്ളതാണ്. നാളെ പാരത്രിക ലോകത്ത് സ്വർഗപ്രവേശനം ലഭിക്കണം എന്നുള്ള ലക്ഷ്യത്തോടാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി. താങ്കൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നാം തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ പലപ്പോഴും ഈ ഖബറുകളിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റകരമല്ല എന്ന് അവർക്ക് ചിലപ്പോൾ ചിന്തയുണ്ടാകാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ നൽകുന്ന 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ: വിവാഹപ്രായമെത്തിയ യുവതിയുവാക്കൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. മറ്റൊന്ന്, സമയമായാൽ നമസ്കരിക്കണം. മൂന്നാമതായി പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, കെട്ടിവെക്കപ്പെട്ട ഖബറുകൾ തച്ചുടക്കണം, അവർ നിരപ്പാക്കണം. ഭൂമിയിൽ നിന്ന് ഒരു ചാണിൽ അധികം ഖബർ ഉയരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവത്വം അത് ഏത് വിധേനയും നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ആ സാധ്യതയെ പൂർണ്ണമായും അടക്കുവാൻ വിശുദ്ധ ഖുർആൻ പഠിക്കുക മൊഴി ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ ഏതെങ്കിലും ശക്തികളെ ഉപയോഗിച്ച് നമ്മെ ഉപദ്രവിച്ചേക്കാം എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ ആ മാർഗവും വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ഒരാൾക്കും അങ്ങനെ ഉപദ്രവിക്കാൻ കഴിയില്ല. നമുക്ക് കാണാവുന്ന, നമുക്ക് അറിയാവുന്ന വഴിയിലൂടെ എല്ലാവരും. സൂറത്ത് നഹ്ലിലെ 99-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു,
ഫഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് നാം അറിയാത്ത വഴിയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുക എന്നുള്ള ചിന്ത. എന്നാൽ പിശാചിന് വിശ്വാസികളുടെ മേൽ, അതുപോലെ തന്നെ അല്ലാഹു പരമേൽപ്പിച്ച ആളുകളുടെ മേൽ ഒരു നിലക്കും ഒരു സ്വാധീനവുമില്ല. അറിയാത്ത വഴിയിലൂടെ നമുക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുവാൻ പിശാചിന് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. എന്നാൽ പിശാചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മനസ്സുകളിൽ വിശ്വാസം ഉണ്ടാക്കാൻ കഴിയും, തിന്മകൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കാൻ സാധിക്കും. അത് നമ്മെ ഉപദ്രവിക്കില്ല. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ നിലക്കും തൗഹീദ് ഉൾക്കൊള്ളുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, അതുമൂലം നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന പരുവത്തിൽ നമ്മെ നാം മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ചത് ഈ സന്ദേശം ആളുകൾക്ക് നൽകുവാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിൻപറ്റുവാൻ പിന്നീട് നാം താങ്കൾക്ക് ഇതാ ബോധനം നൽകുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ ഖലീഫ, അല്ലാഹുവിന്റെ ഖലീഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പ്രവാചകന്റെ മാതൃക എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എല്ലാവരും ഉണർത്തുകയാണ്. പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പരിപാവനമായ പവിത്രമായ മാസങ്ങൾ എന്ന് വിശേഷിപ്പിച്ച 4 മാസങ്ങളിലാണ് ഒന്നാണ് ദുൽഹിജ്ജ മാസം. എല്ലാവരും അറിയാം. അതിൻ്റെ ആദ്യ 10 ദിവസങ്ങളിൽ വളരെ വലിയ ശ്രേഷ്ഠതയുണ്ട്. നോമ്പ് കൊണ്ടും അതുപോലെ തന്നെ മറ്റു ദാനധർമ്മങ്ങൾ കൊണ്ടും ഈ ദിനരാത്രങ്ങളെ കൂടുതൽ ധന്യമാക്കുവാൻ, നന്മകൾ കൊണ്ട് നിറക്കുവാൻ നാം ഇതിലേക്ക് ശ്രമിക്കുക. പ്രത്യേകിച്ച് അറഫ ദിനത്തിലെ നോമ്പ് ഇസ്ലാം വളരെ പ്രബലമായ സുന്നത്തായി അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറഫ ദിനത്തിൽ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടുകൂടി അത് നാം നിർവഹിക്കുകയാണ്. അതുകൊണ്ട് ആ ദിവസത്തിലെ നോമ്പ് വിട്ടുപോകാതിരിക്കുവാൻ നാം എല്ലാവരും വളരെ ശ്രദ്ധയുള്ളവരാണ്. ഹാജിമാരും അറഫയിൽ സമ്മേളിക്കുന്ന ആ ദിവസം അവരോട് പ്രാധാന്യം പ്രാപിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയും ആ നോമ്പ് അനുഷ്ഠിക്കുവാൻ നമുക്ക് ശ്രമിക്കുക. അത് പ്രത്യേകമായ നിയ്യത്ത് കൊടുക്കുക. അതല്ലാത്ത ദിവസങ്ങളിലും ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ നമുക്ക് നോമ്പും അതുപോലെ തന്നെ മറ്റു ആരാധനാക്രമങ്ങളൊക്കെ വർദ്ധിപ്പിക്കാവുന്ന, അതിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമായ ദിനങ്ങൾ കൂടുതൽ നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ, ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് കൂടുതൽ പുണ്യകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറക്കുവാൻ, അതുപോലെ ഭാരതത്തിലുള്ള നമുക്ക് അത് അനുകൂലമായി വരുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനൊക്കെ അനുഗ്രഹിക്കുമാറാവും. നമ്മുടെ ജീവിതത്തിൽ അതിനും അറിയാതെയും കൊണ്ടുപോയ പാപങ്ങൾ, കുറ്റങ്ങളും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും ജീവിതത്തിൽ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അനുഗ്രഹിക്കുമാറാവും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തെ മോചിപ്പിക്കുമാറാവും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا